ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഗേൾസ് ഡേ ഔട്ടാണ്. ഡേ അല്ല, നൈറ്റ് ഔട്ടാണ് ആക്ച്വലി. ഇപ്പം വൈകുന്നേരം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ലേഡീസ് എല്ലാം, ഗേൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ ലേഡീസ് എല്ലാം ഞങ്ങൾ കസിൻസിൻ്റെ വൈഫ്സ് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാൻ ചെയ്ത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ബൽക്കിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാനുണ്ട്. ബൽക്കിൻ ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ ബൽക്കിൻ്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പോകാനുണ്ട്. കുറ്റിക്കോല്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റത്തിൻ്റെ നാടാണ് കുറ്റിക്കോല്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ബൽക്കിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ട് ഞങ്ങൾ രാത്രി ഇപ്പോൾ പുറത്ത് പോകണം. അതിന് മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാറിന് ബൽക്കിൻ്റെ വീട്ടിലേക്ക് വന്ന് ബൽക്കിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കേക്ക് ഫുള്ള് നമ്മളെല്ലാവരും കൂടെ കഴിച്ച് തീർത്തിട്ടുണ്ട്. ബൽക്കിൻ്റെ പുരയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ, പൊജി, ജുബി, ജിനി, ബൽക്കി, അൻഷി. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്ക് അറിയാം. പൊജി എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വൈഫാണ്. ജുബി എൻ്റെ ഒരു കസിനാണ്. ആ കസിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ജിനി. ഞങ്ങളിപ്പോൾ ഇത്ര ആൾക്കാരാണ് വന്നിട്ടുള്ളത്. രാത്രി ഞങ്ങൾ ഇതിലും കൂടുതൽ ആൾക്കാരാണ്. ഞങ്ങളൊരു 10 ആൾക്കാരായിട്ടാണ് രാത്രി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ബൽക്കിൻ്റെ വീട്ടിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി അന്ന് നമ്മൾ പുരയിൽ സ്റ്റേ ചെയ്യാമെന്നൊന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നതല്ല. ഞാൻ റാഷിൻ്റെ പുരയിൽ നിന്ന് വന്നതാണ് വൈകുന്നേരം പോകാറിട്ട്. പക്ഷേ രാത്രി ഇങ്ങനെ പ്ലാൻ ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് എല്ലാവരും പ്ലാൻ ആക്കിയിട്ടാകുമ്പോൾ നിന്നതാണ്. സാധനങ്ങളൊന്നും കൊണ്ടുവരിക, എന്നാലും സാരില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞ് നിന്നതാണ്. പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ രാത്രി എത്തതെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ ഇപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരു വണ്ടി സീനിയും ഒരു വണ്ടി ബൽക്കിയാണ് എടുക്കുന്നത്. ഒരു വണ്ടി സീനീൻ്റെ തന്നെ, ഒരു വണ്ടി ബൽക്കിൻ്റെ തന്നെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് എല്ലാവരും ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ തന്നെ. അനിഷ്യം നന്നായിട്ട് വണ്ടി എടുക്കും. പിന്നെ ആ വണ്ടിയിൽ വരുന്ന ആൾക്കാരുണ്ട്, ഷാദമ്മായി, ഷാനബാബി, എല്ലാവരും, കുബ്രമ്മായി, എല്ലാവരും വണ്ടി എടുക്കുന്ന ആളാണ്. ജുബിയും ചേച്ചി ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിനും ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഇപ്പോൾ പിന്നെയും കുറച്ച് വണ്ടി എടുക്കാനൊക്കെ കുറച്ച് മടി കാണിക്കുന്ന ഒരാൾ. എന്തായാലും ഞങ്ങൾ വന്നിട്ടുള്ളത് കാസർഗോഡ് പാർച്ചയിലേക്കാണ്. എല്ലാവരും കസിൻസിൻ്റെ വൈബ്സ് അങ്ങനെയാണ്. ഞങ്ങൾ അതിൽ ഞാനും ജുബിയും ചേച്ചിയും ബൽക്കിയാണ് കസിൻസായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം കസിൻസിൻ്റെ വൈബ്സാണ്. അങ്ങനെ 10 ആൾക്കാരുണ്ട്. എല്ലാവരും പിള്ളേരെല്ലാം എല്ലാവരും മക്കളെയും എല്ലാവരും ഉറക്കിയിട്ടും എല്ലാം റെഡിയാക്കി ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടൊക്കെയാണ് വന്നത്. ഇങ്ങനൊരു ഔട്ടിങ് എല്ലാവർക്കും അത്യാവശ്യമാണ്. നമ്മളൊരു ലേഡീസ് ഔട്ടും മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ട് അത് എപ്പോഴെങ്കിലും ഇങ്ങനൊരു ഔട്ടിങ് അത് എപ്പോഴും നല്ലതാണ്. നമ്മളൊരു റിലാക്സ് ആവാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടോണ്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാറിഞ്ഞിട്ട് ചിക്കൻ വിങ്സും എടുത്തിട്ടുണ്ട്, ചിക്കൻ ലോലിപോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഡൈനാമിക് മോമോസും എടുത്തിട്ടുണ്ട്, പിന്നെ ലോഡഡ് ഫ്രൈസ് ഇല്ലാതെ പിന്നെ എന്ത് ആഘോഷമല്ല, എല്ലാവരും എടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഇതും മിക്സ് ചെയ്തെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ഫുഡ് കഴിക്കാൻ വരാൻ. ഈ ഒരു പാർച്ചി കൊഞ്ചിയൊക്കെ ഉള്ള ഈ ഒരു സെക്ഷനിൽ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും കാസർഗോഡുള്ള ആൾക്കാരൊക്കെ. പിന്നെ ഈ ഒരു റാപ്പ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഓർഡർ ചെയ്ത എല്ലാം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ജ്യൂസ് ആണെങ്കിൽ ഞാൻ ചിക്കുവാണ് എടുത്തത്. എപ്പോഴെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന് തോന്നിയാലും ഞാൻ എപ്പോഴും എടുക്കുന്നത് ചിക്കു തന്നെയാണ്. അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും മിക്സ് ചെയ്തിട്ട് എടുത്ത് കാഷ്യൂ, മൊഹിത്തോ അങ്ങനെയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. നമ്മളെല്ലാവരുമായിട്ട് ഇങ്ങനെ കുഞ്ഞു വീഡിയോസ് എല്ലാം എടുത്ത് എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഈ ഔട്ടിങ് അടിപൊളി തന്നെയായിരുന്നു. നേരത്തെ കാണിച്ചതിൽ ഇല്ലാത്തത് ഷേതമ്മായി, കുബ്രമ്മായി, ചേച്ചി, ഷാനബാബി, ഇത്ര ആൾക്കാരാണ് ഇപ്പോൾ ജോയിൻ ആയത്. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 10 ഒരാളില്ല കേട്ടോ. നമ്മൾ ഒന്നല്ല 2 ആളില്ല. സെബിത ബാബി ഇല്ല, പിന്നെ റല്ലിയില്ല, മർസൂൻ്റെ വേറൊരു കസിൻ്റെ വൈഫ്. സെബിത ബാബി ഉള്ളവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, അതുകൊണ്ട് വന്നിട്ട. പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ, കുഞ്ഞാൻ്റെ മക്കളുടെ വൈഫ്, കുഞ്ഞാൻ്റെ മക്കൾ അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ അവർ പുറത്താണ്, വേറെ ചാല പാലക്കുന്നിലെല്ലാം. അപ്പോൾ നമ്മളിത് അടുത്തുള്ള പോയിക്കാനിലുള്ള ആൾക്കാർ തന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. എന്തായാലും നല്ല രസമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുറേ സമയം സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന്. എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും ടോട്ടോ മാളിൻ്റെ ഇത് പുതിയത് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ പാർച്ചൻ്റെ അടുത്തേക്കാണ് വന്നത്. ആടുന്ന് വെറുതെ ഇങ്ങനെ സാധനം നോക്കാൻ, വെറുതെ ഒന്നും വാങ്ങാനൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ബൽക്ക് 1-2 സാധനം വാങ്ങിച്ച്. എൻ്റെ പല്ല് എടുത്തിട്ടുള്ള ഒരു ടൈമാണിത്. പിന്നെ ഞാൻ ചിരിക്കുമ്പോൾ പല കാണാത്തതുകൊണ്ടാണ് അറിയാത്തത്. അല്ലാതെ ചില സമയത്ത് സംസാരിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു മാസ്ക് ഇട്ടൊക്കെ പുറത്ത് പോയിരുന്നു. പിന്നെ ഞാനത് നോർമലായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ, നമ്മൾ തന്നെ എടുത്ത പല്ലാണ്. അപ്പോൾ അത് മാസ്ക് ഒന്നും ഇടാതെ തന്നെ ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങി പുറത്തൊക്കെ. എന്തായാലും ബൽക്കി ചൂലും ബക്കറ്റെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഈ ചൂലിട്ട് നോക്കിക്കൊണ്ടുണ്ടായി. അപ്പോൾ അത് വന്നിട്ടാകുമ്പോൾ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ വെറുതെ കറങ്ങി ഓരോരോ സാധനം ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല ഇതുണ്ട് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ എപ്പോഴും അത്ഭുതം തന്നെയാണ്. കാരണം അമേരിക്കയിലൊക്കെ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം അങ്ങനെ കിട്ടില്ലല്ലോ. പിന്നെ ഏറ്റവും അടുത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ, നമ്മളെ നാട്ടിൽ കിട്ടുമ്പോൾ അത് ഭയങ്കര രസം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ബൽക്കി വാങ്ങിച്ച സാധനമൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾ മെല്ലെ അവിടെ ഇറങ്ങി. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം മഴ തന്നെയാണ്. അപ്പോൾ എന്തായാലും മഴ കുറച്ചൊന്ന് ഒതുങ്ങിയ സമയത്താണ് ഞങ്ങൾ വന്നത്. ഇപ്പം വീണ്ടും മഴ പെയ്ത് ഇപ്പം മഴ നിന്നൊരു ടൈമാണ്. പക്ഷേ ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ പോകാൻ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ചായ കുടിക്കാൻ അവിടെ കയറിയപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടാണ്. ചായക്ക് അതിലേക്കാണ് വന്നത്. ഇതും കാസർഗോഡ് തന്നെ ഉള്ളതാണ്.
കാസർഗോഡുള്ള ആൾക്കാർക്ക് ഇതൊന്നും പുതുമ ആയിരിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സ്ഥലങ്ങളും എല്ലാം. കാസർഗോഡ് പുറത്തുള്ള ആൾക്കാർക്ക് ഓക്കെ ഇതൊക്കെ കാണുമ്പം കാണാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. നാളെ ഇതൊക്കെ ഒരു മെമ്മറിക്കായിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോസ് എടുത്തിട്ട് വെക്കുന്നത്. ഈ നാട്ടിൽ വന്നതും ഈ നാട്ടിൽ സ്പെൻഡ് ചെയ്ത 2 വർഷമൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നതും. അവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വരണം, എല്ലാവരായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം. മക്കൾക്കാണെങ്കിൽ അങ്ങനെ തന്നെ നല്ല ടൈം കിട്ടിയിട്ടുണ്ട്. അവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ വളർന്ന് നാടൻ മക്കളായിട്ട് രണ്ടാളും മാറിയിട്ടുണ്ട്. എന്നാലും ചായക്കത്തിൽ ഞങ്ങൾ ചായയും കോഫിയൊക്കെ മിക്സ് ചെയ്തിട്ടെടുത്ത് സമയം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഒന്ന് കറങ്ങിയല്ലോ മാൾക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ചായ കുടിക്കാനിരുന്നപ്പോൾ കുറച്ച് അത്യാവശ്യം മിഡ് നൈറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ചാറ്റും കൂടെ എടുത്തായിരുന്നു. പാനിപ്പൂരി, സേവ്പൂരി, അതുപോലെ ദഹിപ്പൂരി. ദഹിപ്പൂരി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ പാനിപ്പൂരി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാറ്റ്സൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നല്ല ടൈമാണ്. ലൈക്ക് പുറത്ത് മഴ പെയ്യുമ്പോൾ ചായയൊക്കെ കുടിക്കാൻ നല്ല രസം തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഓൾറെഡി നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ചായക്കഥ കൊള്ളാം, നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു ഫാമിലിയായിട്ട് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ ടൈം പറഞ്ഞില്ല. ഒരു 12:30 ആയിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക്. മക്കളൊക്കെ ഉറക്കിയിട്ടാണ് വന്നത്. ചെറിയ മോനെ ആദമൊക്കെ എണീച്ചിട്ട് ഇരുന്നിട്ടുണ്ടായി. സെയിൻ അപ്പോഴത്തേക്ക് ഉറങ്ങിന്. ആദമ ചെറുതായതുകൊണ്ട് ഞാൻ ഉറക്കിയിട്ടാണ് വന്നത്. ഞാൻ പോയപ്പം ആദം എണീറ്റിട്ട് സെയിനോ ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് വേറൊരു ദിവസം ഞങ്ങളിങ്ങനെ പുറത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ബൽക്കൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മാവും അൻഷിയും ജുബിയും കൂടെ വന്ന്. ജുബി അവിടെ വീട്ടിൽ ഉള്ള എല്ലാവരും ഉണ്ടായിട്ട് അപ്പോൾ നമ്മളൊക്കെ ജുബിയും ഓൾക്കൊരു സാധനം വാങ്ങാനുണ്ട് പറഞ്ഞിട്ട് ഓളും വന്നപ്പോൾ നമ്മളെന്തായാലും ഒന്നിച്ചിട്ട് ഒരു ഔട്ടിങ് ആയിട്ട് വിചാരിച്ചിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായി. ഞങ്ങൾ ചെറുക്കളത്തേക്കാണ് വന്നത്. ചെറുക്കളത്താണ് ബൽക്കി എപ്പോഴും കേക്കിൻ്റെ സാധനമെല്ലാം വാങ്ങുന്നൊരു ഷോപ്പുള്ളത്. ഏറ്റവും അടുത്തുള്ളത് ചെറുക്കളാണ്. പിന്നെ കാസർഗോഡേക്ക് എത്തണം. ഇവിടുന്നാണ് ബൽക്കി അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. ബൽക്കി തന്നെയാണ് വണ്ടി എടുക്കുന്നുള്ളത്. അൻഷിയും ബൽക്കിയും രണ്ടാളും നന്നായിട്ട് ഡ്രൈവ് ചെയ്യും കേട്ടോ. എന്തായാലും ഇതാണ് ബൽക്കീൻ്റെ കേക്കിൻ്റെ ഷോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്നാണ് ബൽക്കി എല്ലാ സാധനങ്ങളും ഏറ്റവും അടുത്തുനിന്ന്. ബൽക്കി കുറ്റിക്കോലിലാണല്ലോ, അപ്പോൾ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഷോപ്പ് ഇതാണ്. ഇവിടുന്നാണ് ഉപ്പാണെങ്കിൽ ഉപ്പ, ബൽക്കിയാണെങ്കിൽ ബൽക്കി, ആരാണുള്ളത് ഓർ വന്നിട്ട് എല്ലാ സാധനങ്ങൾ വാങ്ങും. ബൽക്കി കുറ്റിക്കോലാണുള്ളതെങ്കിൽ ഉപ്പ എല്ലാ സാധനം വാങ്ങിച്ചിട്ട് അവൾക്ക് കൊണ്ടുകൊടുക്കും. അവൾ പറയും ഉപ്പാനോട് ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഈ ഷോപ്പിലുള്ള ആളും നല്ല ഓൾറെഡി നല്ല എല്ലാം വാങ്ങുന്നതുകൊണ്ട് അറിയാമല്ലോ, അവർക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്താലും ഓരെല്ലാം സാധനങ്ങൾ എടുത്തൊക്കെ ഉപ്പ വന്ന് എടുത്താൽ മതി. അങ്ങനെയാണ്. എന്തായാലും അത്യാവശ്യം എല്ലാം അവൈലബിൾ ആണ് സാധനങ്ങളെല്ലാം ഇവിടെ. നമ്മൾ പിള്ളേരുടെ ബർത്ത്ഡേക്കുള്ള ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ സെയിൻ്റെ ആദ്യമിൻ്റെ എല്ലാം ബർത്ത്ഡേൻ്റെ ക്യാപ്സ് എല്ലാം ഇവിടെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം എല്ലാം കിട്ടും. കുറച്ച് ഇടുങ്ങിയ പോലെ ഉണ്ടെങ്കിലും ഷോപ്പ് എല്ലാ സാധനങ്ങളും ഉള്ള ഷോപ്പ് തന്നെയാണ്. ഒരു പാർട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഈ ഹോസ്പിറ്റൽ CM ഹോസ്പിറ്റൽ നമ്മൾ പോവലിൻ്റെ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നല്ല കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞു. ഞാനും മനുഷ്യർക്ക് അഡ്മിറ്റായ സമയത്ത് ഉമ്മ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച സ്ഥലമാണ്. അങ്ങനെ ഉമ്മ പറഞ്ഞു ഇവിടെ നല്ല കഞ്ഞി കിട്ടും ഈ ഒരു തട്ടുകടയിൽ. അങ്ങനെ ഈ ഒരു തട്ടുകടയിൽ കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ്. ഹോസ്പിറ്റൽ സൈഡാണ് കാർ പാർക്ക് ചെയ്തത്. ഓപ്പോസിറ്റ് സൈഡാണ് ഈ തട്ടുകടയുള്ളത്. ഞങ്ങൾ നടന്നിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്ന്. ആദ്യമേ ഇല്ല കേട്ടോ, ജെയിന് സ്കൂളിൽ പോയിരിക്കുകയാണ്. ബാക്കി പിള്ളേരെല്ലാം സ്കൂളിൽ തന്നെയാണ്, ബൽക്കിൻ്റെ പിള്ളേരും ജുബീൻ്റെ പിള്ളേരെല്ലാം. എന്തായാലും കഞ്ഞി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മ പറഞ്ഞ് നല്ല അടിപൊളി കഞ്ഞിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നാടൻ കറിയും നാടൻ അച്ചാറും സാമ്പാറും മീൻകറിയും കൂടെയാണ്. ഞാൻ മീൻകറി എടുത്തിട്ടാണ്. എല്ലാം കൂടെയുള്ള കഞ്ഞിയായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ മുട്ട ആംപ്ലേറ്റും കൂടെ പറഞ്ഞ് ആദമിനും പറഞ്ഞിട്ട് ആദ്യം ആദമിന് എൻ്റേത് കുറച്ച് കൊടുത്തു. പക്ഷേ ഓന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓനിക്കും സെപ്പറേറ്റ് തന്നെ പറഞ്ഞു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉമ്മ കഞ്ഞി എടുത്ത്, ഞങ്ങൾ ചോറാണ് എടുത്തത്. അതിൻ്റെ കൂടെ കറികളും എല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തത്. അതിലെങ്കിൽ ഓൾറെഡി അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ്. മുട്ട ആംപ്ലേറ്റ് മാത്രമാണ് സെപ്പറേറ്റ് എടുത്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇനി ഒരു കഞ്ഞി കുടിക്കാൻ തോന്നിയാൽ ഓടി വരാൻ തോന്നുന്നു, അത്രയും നല്ലതായിരുന്നു. പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുമാത്രം ഫുഡ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. ചെറിയൊരു തട്ടുകടയാണ്, പക്ഷെ ഇത്രയും ചെറിയ കടകളിൽ പോയാൽ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും സത്യമാണ്. അത്രയും ടേസ്റ്റാണ്. ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ ഇതിനെ കറുത്തച്ചാർ എന്നാണ് പറയാം. അതും കൂടെ ഒന്ന് വാങ്ങിച്ചൊരു നൊസ്റ്റു ഫീലിംഗ് തോന്നിയപ്പോൾ. പിന്നെ കുറേ നമ്മൾ പണ്ടത്തെ കുറേ സ്നാക്സ് എല്ലാം ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾ വെട്ടുകേക്കും മൈസൂർ പാക്കും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അത് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രസമായിരുന്നു. കഞ്ഞി മാത്രമല്ല കേട്ടോ, ഇവിടെ നെയ്പ്പത്തലുണ്ട്, പഴംപൊരിയുണ്ട്, സമൂസയുണ്ട്, ചിക്കനിലൊരു എന്തോ ഇതാണത്. പിന്നെ അതേപോലെ കൽത്തപ്പമുണ്ട്, നമ്മൾ നീർദോശയുണ്ട്, പിന്നെ ഗോതമ്പ് ദോശയുണ്ട്. അങ്ങനെ അതെല്ലാം ജസ്റ്റ് നോക്കിയിട്ടാണ് കഴിച്ചത്. കഞ്ഞി മാത്രമാണ്. എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പൊരക്കനെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മൂത്താൻ്റെ മോൻ്റെ പൊരകുടിയായിരുന്നു. അപ്പോൾ ഞാൻ പോയിക്കാനാണ് ഉള്ളത്. ഇതെല്ലാം ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് നിന്നത്. അപ്പോൾ ഇതാണ് മൂത്താൻ്റെ മോന്.
അസർപ്പുച്ച സെബിത വാപ്പി ഉറപ്പൊര കൂടിയായിരുന്നു. നമ്മളെ പോരൻ്റെ അടുത്ത് തന്നെ ഇട്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ്. ലാസ്റ്റ് ഓർത്തിട്ടാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ കസിൻസിൻ്റെ വൈഫ്സും എല്ലാവരായിട്ട് ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് ഇത് ലാസ്റ്റിൽ വൈകുന്നേരം പോകാനാകുമ്പോഴത്തേക്ക് ജസ്റ്റ് എടുത്ത വീഡിയോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ഫംഗ്ഷനായിട്ട് ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലാവരും നല്ല വൈബിൻ്റെ ആൾക്കാരാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ കിഡ്സ് എല്ലാതും ഈ സമയത്ത് ഉറങ്ങുന്നുണ്ടായി. അങ്ങനെയും ആൾക്കാരുണ്ട്, എല്ലാവരും ഒന്നും കിട്ടിയിട്ടതിൽ. അങ്ങനെ അത്രയൊക്കെയാണ് നമ്മളെ കുടിയാവൽ വിശേഷം. ഞാൻ പറഞ്ഞില്ല, ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു മുമ്പത്തെ ഒരു വീഡിയോ ആഡ് ചെയ്യാണ്. സൈനിൻ്റെ അംഗനവാടി ഇനോഗ്രേഷൻ ആയപ്പോൾ ഉള്ള, ഞങ്ങളുടെ നാട്ടിൽ അംഗനവാടിയാണ് കേട്ടോ, നുസ്രത്ത് നഗറിലുള്ള അംഗനവാടി ഇനോഗ്രേഷൻ ആയപ്പോൾ അന്നൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോയിലാണ്. ഇത് എന്തിൻ്റെ കൂടെ ഇടണമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞങ്ങൾ പുതിയ അംഗനവാടിയാണ്. സൈന് സ്കൂളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ ഇത്. സൈനുവിന് വൈറ്റ് കുർത്തയൊക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. എല്ലാവരും വൈറ്റ് കുർത്ത അല്ല, വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ഞാൻ കുർത്ത എടുത്തിട്ട് ഇട്ടുന്നേ ഉള്ളൂ. വൈറ്റ് ഡ്രസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളൊരു വൈറ്റ് കുർത്ത ഇടിച്ച് എല്ലാവരും വൈറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പഠിച്ച പിള്ളേരല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഫംഗ്ഷനായിരുന്നു. ഞാൻ രണ്ടാളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആദമിനും സെയിനും രണ്ടാളെയും കൊണ്ടുവന്നത്. പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് വന്നതാണ്. പിന്നെ സെയിൻ ഇത്രയും പഠിച്ചതുകൊണ്ട് ഈ അംഗനവാടിൻ്റെ ഉദ്ഘാടനത്തിന് എന്തായാലും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ വന്നതാണ്. നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കുബ്രമ്മായി ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. നല്ലൊരു അടിപൊളി അംഗനവാടി എന്ന് തന്നെ പറയാം. മുമ്പത്തെ അംഗനവാടി ചെറിയ സൗകര്യമൊന്നും ഇല്ലാത്തതായിരുന്നു. ഇതൊക്കെയാണ് സെയിനിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. സെയിനിൻ്റെ കൂടെ പഠിച്ചതും മുമ്പ് പഠിച്ചതും ശേഷം പഠിച്ചതൊക്കെ ആയിട്ടുള്ള പിള്ളേർ. ആദമാണ് സെയിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നുള്ളത്. ബലൂണ് കിട്ടിയോ, എനിക്കവന് ഹാപ്പിയായി. ഈ ചുമരിലൊക്കെ ടീച്ചർ പിള്ളേർ ചെയ്ത് തന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും പറ്റുന്ന പോലെ എല്ലാം ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ആൾക്കാരായതുകൊണ്ട് നല്ല രസം തന്നെയായിരുന്നു. ഇതായിട്ട് നമ്മളെ നാട് നുസ്രത്ത് നഗറാണ് ഈ കാണുന്ന. ഇതൊക്കെ നുസ്രത്ത് നഗറാണ്. ഇത് അംഗനവാടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. മുമ്പത്തെ അംഗനവാടി മദ്രസേൻ്റെ ഒരു സൈഡിലൊരു റൂമിൽ വെച്ചിട്ടും സൗകര്യമില്ലാത്തതായിരുന്നു. കുറേ ആയത് കെട്ടിയിട്ടപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടപ്പോൾ ഇതിൻ്റെ ഒരു അനുമതിയും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോഴാണ് ഉദ്ഘാടനം എല്ലാം കറക്റ്റായിട്ട്. വെള്ളത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒക്കെ കറക്റ്റ് ഇപ്പോഴാണ് ഉദ്ഘാടനം. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നാട്. ഇന്ന് രാത്രി ഉദ്ഘാടനത്തിനാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഞങ്ങളൊരു ലീഗിൻ്റെ ഒരു മീറ്റിംഗ് അങ്ങനെ എന്തോ ഒരു നമ്മുടെ നാട്ടിലൊരു ഫംഗ്ഷനുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ഒരു പാർട്ടീൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സാണ് ഇവിടെ ഇപ്പോൾ കാണുന്നുള്ളത്. അത് ഞാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ഇപ്പോൾ ഇഷാനും സവാദും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിൽ തന്നെ ഇത് ഒരു പഠിച്ച പിള്ളേരൊക്കെ കൂടെയുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ കാണാം. സെയിനിനെ കാണാതെ റെഡ് ഡ്രസ്സ് ഇട്ടിട്ട്. സെയിനും അവൻ്റെ ഫോട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്നതാണ്. ഞാനിത് രണ്ടാമത് വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ നാടും ഇതൊക്കെ കാണിച്ചത്. അവനിപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ എല്ലാം ഏകദേശം ടൈം ആവാനായത്. ഇവിടെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ചെയ്തതാണ്. പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പൂവൊക്കെ പിടിപ്പിച്ച് സെയിനിനെ അവിടെ കാണാം. നല്ല ക്യൂട്ടായിട്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അവരാണെങ്കിലും നല്ല സെറ്റ് സാരി കൊടുത്ത് നല്ല രസമായിരുന്നു കാണാൻ. നല്ലൊരു ടീച്ചറാണ് കേട്ടോ നമ്മൾ അംഗനവാടീൻ്റെ ടീച്ചറും. മുമ്പ് വന്നൊരു ടീച്ചറും ഇടയിലുണ്ടായ ടീച്ചറും എല്ലാവരും നല്ല തന്നെയായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് മുതലേയുള്ള ടീച്ചറാണ്. ടീച്ചർ പോയപ്പോൾ ഇടയിൽ 2 ടീച്ചർ എന്തോ മാറി വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് MLA ഒക്കെ വന്നിട്ടുണ്ട്. പിള്ളേർ പൂവൊക്കെ എറിഞ്ഞ് അവർക്ക് പറ്റുന്ന പോലെ കേട്ടോ. ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ പെർഫെക്ഷനൊന്നും ഉണ്ടായിട്ട് പറ്റുന്ന പോലെ എല്ലാം. ഞാനിപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് MLA ഒക്കെ വന്നിട്ടുണ്ട്. ഈ അംഗനവാടീൻ്റെ ഇതാണ് ഈ ഒരു നാടകം കെട്ടിയ ഇവിടെ മുറിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ച് തിരക്കെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പുറം നിന്നിട്ട് വീഡിയോ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഈ ചുറ്റിലും കാണുന്ന ആൾക്കാരെല്ലാം നമ്മളെ ഫാമിലിയാണ്, നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ നാട്ടുകാർ അധികവും നമ്മളെ ഫാമിലി തന്നെ കേട്ടോ. ഞങ്ങളെല്ലാം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫാമിലി തന്നെയാണ് നാട് ഫുൾ. അങ്ങനെ ഇപ്പോൾ ഉദ്ഘാടനം അവിടെ കഴിഞ്ഞ് അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിൽ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ എല്ലാവരും കൂടിയിട്ട് ഫ്രഷ് ജ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഗ്ലാസിൻ്റെ ഒക്കെ. ഫൈസൽ എന്നോട് വീഡിയോ ഒക്കെ എടുക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായത്. അത് ഫൈസൽ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ആ ഒരു സമയത്ത് തന്നെ പഠിച്ച ഒരു ക്ലാസ് സീനിയർ, അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ എന്തായാലും നമ്മളെ ഫ്രണ്ടാണ്. നാട്ടിലുള്ള എല്ലാവരും ഏകദേശം എല്ലാവരും നമ്മളെ സമയത്ത് പഠിച്ചതോ ജൂനിയറായിട്ട് പഠിച്ചതോ സീനിയറായിട്ട് പഠിച്ചതോ അങ്ങനെയല്ലാണെന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇത്താൻ്റെ ഫ്രണ്ട്, അങ്ങനെയാണ്. എല്ലാവരും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. മജീച്ച എല്ലാവർക്കും ലഡു എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ട് ലഡു ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാം എത്തിക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മളെ നാട്ടുകാർ. ഉമ്മ വന്നിട്ടില്ല, ബാക്കി എല്ലാവരും വന്നിട്ട് അൻഷിയും അജുവും അയ്യാലും വന്നിന്. ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് അയ്യാനെ കളിപ്പിക്കുന്നുണ്ട് അജു. പിന്നെ ഉദ്ഘാടന പ്രസംഗം, അതിൻ്റെ ശേഷമുള്ള സ്വാഗതം, അത് അങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലോ, അധ്യക്ഷ പ്രസംഗം, നന്ദി പ്രസംഗം, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പിള്ളേരെല്ലാം മുകളിൽ കയറി കളിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ള സീറ്റിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇത് നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ഒരു അവസരമാണ്. നമ്മളെല്ലാവരും പരിചയക്കാരെല്ലാം എല്ലാവരോടും സംസാരിക്കാനും ഉണ്ടാകാനെല്ലാം തുടങ്ങി.
എല്ലാവരും മംഗലെല്ലാം എന്തെങ്കിലും ഒരു മംഗലമായിട്ട് വന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും സംസാരിക്കാനെല്ലാം പറ്റുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനാണ്, ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ഞങ്ങളെ വാർഡ് മെമ്പർ അനീസ. ഞാൻ കുബ്രമായി ശതമായാലും ജ്യൂസ് കുടിച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. എല്ലാ ജ്യൂസും മിക്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗമാണ്. അത് കഴിഞ്ഞിട്ട് മോളിൽ ഞാൻ പറഞ്ഞല്ലോ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്. നാളത്തേക്ക് ഞാൻ ജസ്റ്റ് വന്നതാണ്. അജു ഉണ്ട്, സെയിനുണ്ട്, ഇഷാനുണ്ട്, സവാദ് ഉണ്ട്, ഐഷു ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഹയാനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓറ് എല്ലാ പിള്ളേരുണ്ട് ഇവിടെ. പിള്ളേർക്ക് ഇതൊരു ഭയങ്കര എൻജോയ്മെൻറ്റാണ്. എല്ലാവരും നല്ല എൻജോയ് ആക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട്. സെയിനു ഭയങ്കര എൻജോയ് ആക്കുന്നുണ്ടോ. അവൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും. അധികം ആളും എനിക്ക് അറിയുന്ന ആൾ തന്നെ. എന്തായാലും സെയിൻ ഇപ്പോൾ സ്കൂളിലെല്ലാം ചേർന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നത് കുറേ മുമ്പത്തെ വീഡിയോ ആണ്. അംഗനവാടിയിലെ ഉദ്ഘാടനം സെയിനെല്ലാം സ്കൂളിൽ തുടങ്ങുന്നതിൽ എത്രയോ മുമ്പത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനും മടിയായതുകൊണ്ടും എന്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടും ഇങ്ങനെ വെച്ചതാണ്. ഈ സമയത്ത് താഴത്ത് ഇതൊക്കെ കാണാം, വ്യൂ ഒക്കെ കാണാം. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, നീറ്റായിരുന്നു. എന്തായാലും ടീച്ചേഴ്സിനും അതിൻ്റെ കൂടെ ഉണ്ടായ ബാക്കി നാട്ടുകാരും അത് ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്കൊക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. നല്ല അടിപൊളി തന്നെയായിരുന്നു എല്ലാം. MLA ഉണ്ണിത്താൻ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അംഗനവാടി ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ. ഇതാണ് കിച്ചൺ ഭാഗമൊക്കെ. എല്ലാം ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ആ ഒരു നമ്മളെ സൗകര്യമില്ലാത്ത ആ ഒരു കുഞ്ഞു റൂം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സൗകര്യമുള്ള ഒരു അടിപൊളി അംഗനവാടി എന്ന് തന്നെ പറയാം. ഇതാണ് പുറത്തിറങ്ങുമ്പോൾ ഒരു കുഞ്ഞു വ്യൂ. ഈ ഭാഗമൊക്കെ നമ്മളെ നാട് തന്നെയാണ്. ഈ താഴോട്ട് ഭാഗം പായിക്കരെല്ലാം പോകുന്ന വഴിയാണ്. അങ്ങോട്ട് ഭാഗമാണ് ന്യൂസ്രത്ത്. പിന്നെ പ്രസംഗം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ പ്രസംഗിക്കുക എന്നുള്ളത് എൻ്റെ അളിയാണ്, കാൽത്തളിയ. അളിയ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മാപ്പിളയാണ്. ഞങ്ങൾ അളിയ എന്നാണ് പറയുക. കുഞ്ഞാൻ്റെ മാപ്പിള. അളിയ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കേട്ടോ മുമ്പ്. ബോയ്ക്കാനം മുളിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ. നല്ല നാട്ടിൽ ഒരുപാട് കാര്യത്തിന്, എല്ലാ നല്ല കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് നമ്മളെ കാൽത്തളിയ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു പാർട്ടിസിപ്പേഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാവരും വന്നിട്ടുണ്ട്. പ്രായം പോലും നോക്കാതെ. ഇപ്പോൾ ചെറിയ പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ പ്രായപരിമിതിയില്ലാതെ എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിപ്പിച്ചൊരു പരിപാടിയായിരുന്നു. നല്ല നീറ്റ്, ഞാൻ പറഞ്ഞല്ലോ പിന്നെയും പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഫംഗ്ഷന്. ഇപ്പോൾ പ്രസംഗിക്കുന്നുള്ളതാണ് KB മമ്മച്ചൻ. നമ്മുടെ നാട്ടിലൊരു പൊതുപ്രവർത്തകനാണ്, നല്ലൊരു മനുഷ്യനാണ്. എന്തായാലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കുബ്രമ്മയും ശേതമ്മയും അൻഷി ഞങ്ങളെല്ലാവരും വന്ന് കുഞ്ഞും കൂടെ ഉണ്ടല്ലോ, ആ ചെറിയ ഹയാവും അതുമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. രാത്രി ഞാൻ പറഞ്ഞില്ല നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സലാത്ത് വാർഷികമല്ല കേട്ടോ, ലീഗിൻ്റെ എന്തോ മീറ്റിംഗ് അങ്ങനെ എന്തോ ആണ്, ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഓർമ്മയാകുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അത് വയലാണോ സലാത്ത് വാർഷികം എന്തോ ഒന്നാണ് കേട്ടോ. ഇത് കുറേ മുമ്പത്തെ ഫംഗ്ഷനാണ്. എനിക്കൊരു കൺഫ്യൂഷൻ വന്ന് കുറേ മുമ്പത്തെ ഒരു വീഡിയോ ഒക്കെയാണ് കൺഫ്യൂഷൻ വന്നത്. എന്തായാലും അതാണ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വേറൊരു വീഡിയോ കാണിക്കുന്നത്. ബായിക്കരയിൽ ഒരു നൈറ്റ് ഒരു സലാത്ത് വാർഷികം ഉണ്ടായപ്പോൾ ഞാനും ഉമ്മാവും സവാദ് ഈശാനും പിള്ളേരെല്ലാവരായിട്ട് ഞങ്ങൾ വന്നൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പിള്ളേരെല്ലാം ഇങ്ങനെ ഓറഞ്ചോയൊക്കെ കളിക്കുന്നുണ്ട്. ഇത് കാക്കാൻ്റെ പുള്ളിയേക്കളാണ് എല്ലാവരും. അപ്പോൾ ഇതിന് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ, പള്ളീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മഹാമിൻ്റെ അടുത്ത് പോകുന്ന ആടെയാണ് ഇതുള്ളത് ഫംഗ്ഷൻ. ഓതിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് സലാത്തെല്ലാം കഴിഞ്ഞിട്ട് ഓതിയൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് പോകാൻ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞതെല്ലാം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു മെമ്മറിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ട്. ഈ ഒരു യൂട്യൂബിലുണ്ടാകുമ്പോൾ എപ്പോഴും ഈ ഒരു ഓർമ്മ, ഈ ഒരു ബായിക്കര നാട്, നുസ്രത്ത് നാട്, നമ്മളെ നാട് എല്ലാം ഉണ്ടാകും, ബോയ്ക്കാനം നാട്. അപ്പോൾ എല്ലാം ഇവിടെ ഇരുന്നോട്ട് വിചാരിച്ചിട്ടാണ് എല്ലാത്തിൻ്റെ വീഡിയോ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് എടുത്തത്. ബായിക്കര മഹാമും ബായിക്കര പള്ളിയൊക്കെയാണ് കാണുന്നത്. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. ഞാൻ, സാജി, നിഷു, അൻഷി എല്ലാവരും ഉണ്ട്. ബായിക്കര ഉറൂസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറൂസിൻ്റെ വീഡിയോസൊക്കെ ആദ്യം ഒരു പ്രാവശ്യം എടുത്ത് പിന്നെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ല. ഇതിൽ യൂട്യൂബിൽ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടോ എന്നുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ബായിക്കര പള്ളി. പള്ളീൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ കാണുന്നതാണ് മഹാമ്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ബായിക്കര പള്ളിയും മഹാമെല്ലാം. നല്ല കാസർഗോഡ് നാട്ടിൽ നല്ല ഫേമസ് ആയി. ഉറൂസൊക്കെ നല്ല ഫേമസ് ആണ്. ഞാൻ ചെറുതു മുതലേ വളർന്ന നാടാണ്. എൻ്റെ ഉമ്മാൻ്റെ ഈ വീട്ടിൽ നിന്നിട്ടാണ് അധികം ഞാൻ ഇവിടെ തന്നെയാണ്. എൻ്റെ കസിൻസിൻ്റെ ഒക്കെ സാജി, സിപ്പിറ, സാബി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വളർന്നത്. അപ്പോൾ എൻ്റെ ഒരു എപ്പോഴും എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടാണ് ഈ ഒരു ബായിക്കര. സലാത്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഓതി കിട്ടിയിട്ടുണ്ട്. ഓതി ഇങ്ങനെ ഒരു പള്ളിക്കെട്ട് പോലെ ഒരു ഇത് കെട്ടാണ്. നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദമൂല് വരെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒരു ഓതി കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണിത്. പത്തലും ചിക്കൻ കറിയൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഓതി ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഭയങ്കര ഒരു നമ്മൾ പണ്ട് മുതലേ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ആ ഒരു നൊസ്റ്റു ഫീലിംഗ് ഇല്ലേ നമ്മളെ ചെറുതിലത്തെ അതൊരു ഫീലിംഗ് ആണ്. എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് വന്നിട്ട് അതെല്ലാം കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കുറേ വീഡിയോസൊക്കെ മിക്സ് ആക്കിയിട്ട് കാണിച്ചത്, സെപ്പറേറ്റ് ഇടേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.